ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കൂർഗ് ട്രിപ്പിൻ്റെ രണ്ടാം പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ വന്നത് അബി വാട്ടർഫോൾസ് കാണാനാണ്. നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ അബി വാട്ടർഫോൾസിലേക്കുള്ളത്. ഇവിടെ 10 രൂപയാണ് എൻട്രി ടിക്കറ്റ് ഉള്ളത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് ചുറ്റും മരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ടായി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുവാണ്. അങ്ങനെ നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തി. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായി ഇവിടെ. വാട്ടർഫോളിൻ്റെ ഒരു സൈഡ് വെള്ളം കുറവാണ്. അങ്ങനെ നമ്മൾ വാട്ടർഫോളൊക്കെ കണ്ട് നേരെ പോയത് മഡിക്കേരി ഫോർട്ടിലേക്കാണ്. ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ട് നമ്മൾ ഇതിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായി. ഓംകാരേശ്വര ടെമ്പിളാണിത്. ഈ അമ്പലത്തിലാണെങ്കിൽ സൽവാർ, സാരി, പിന്നെ പാൻറ്, ഫോർമൽ ഡ്രസ്സ് ഇതൊക്കെയാണ് അലൗഡ് ആവുന്നത്. അല്ലാത്തവർക്ക് ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. അകത്തൊന്നും കയറിയിട്ടില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. ഇവിടുന്ന് 1 hour ഉണ്ടായി ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഗോൾഡൻ ടെമ്പിൾ പോകുന്ന വഴി ഒരു ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഐ ലവ് കൂർഗ് എന്നൊക്കെ എഴുതി ഇതുപോലെ സ്കൂട്ടറൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രി. ഇങ്ങനെയായിട്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല. സമയം 3:45 അടുത്തുള്ള ഒരു ടിബറ്റൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഫ്രെപ്പയും പിന്നെ വെജ് ഫ്രൈഡ് റൈസും ഗോപി ഡ്രൈയും ഒക്കെ. ഈ ടിങ്മോ എന്ന് പറയുന്നത് ഈ ടിബറ്റൻ ഫുഡാണ്. നമ്മൾ ബ്രെഡൊക്കെ പോലെ ബേക്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം ഉണ്ടായി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്നിയും കൂടി ഉണ്ടായി. പിന്നെ വേറൊന്നൊരു പോട്ടിൽ തുപ്പ എന്ന് പറയുന്നത് വേറൊരു ഡിഷാണ്. ഇതൊരു സൂപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ, പിന്നെ ഫ്രൈഡ് മോമോസ് കൂടി വാങ്ങിയിട്ടുണ്ടായി. ഇതൊക്കെയായിരുന്നു നമ്മൾ ഈവനിങ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി.
ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. പിന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഡിന്നറായിട്ട്. ഈവനിങ് കഴിച്ചത് തന്നെ ഭയങ്കര ഹെവി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.